ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസങ്ങളായിട്ട് യു.എയിൽ മൊത്തത്തിൽ മഴ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരുന്നേ. ഇത് ഫസ്റ്റത്തെ ദിവസത്തെ വീഡിയോ എടുത്തു. ഫസ്റ്റ് മഴ പെയ്യുന്ന സമയത്ത് നല്ല കാറ്റും ചെറിയൊരു മണ്ണിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഡേ ബൈ ഡേ വെള്ളം കൂടാൻ തുടങ്ങി. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ റോഡൊക്കെ ക്രോസ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഞാനിടയ്ക്ക് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് FM ഒക്കെ വെച്ച് അതിൽ പാട്ടൊക്കെ കേട്ട് പിന്നെ അതിൽ മഴൻ്റെ അപ്ഡേഷനൊക്കെ വരും കേട്ടോ. അതേപോലെ തന്നെ ഗൂഗിളിൽ ഷാർജ ഇറങ്ങിയെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത്ര മണിക്ക് മഴ പെയ്യും, എത്ര പെർസെൻറ്റേജ് മഴ പെയ്യും എന്നൊക്കെ ഇങ്ങനെ കാണിക്കും കേട്ടോ. അത് കാണിക്കുന്ന പോലെ തന്നെ ഏകദേശം മഴ പെയ്യലും ഉണ്ടായിരുന്നേ. രാത്രിയൊക്കെ ആയപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. മഴയൊക്കെ പെയ്ത വെള്ളം ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ അതിങ്ങനെ പോയിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് റോട്ടിലൊന്നും വെള്ളമില്ലല്ലോ, പുറത്തിറങ്ങാന്നേ. അപ്പം നെസ്റ്റോലും പോകാം, അങ്ങനെ രാത്രി ഇറങ്ങിയതാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ടോ. പിന്നെയാണ് എനിക്ക് പിടികിട്ടിയത്, നെസ്റ്റോന്ന് എഴുതി അവിടെ ലൈറ്റ് ഇല്ല. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്തും ചില സ്ഥലത്ത് ലൈറ്റ് ഇല്ല കേട്ടോ, മഴ പെയ്തിട്ടായിരിക്കും. അപ്പോൾ അതാ ഞങ്ങൾ ഉച്ചത്തേക്കൊക്കെ എന്തെങ്കിലും ഞങ്ങൾ മീനൊക്കെ കഴിഞ്ഞ് ആഴ്ചയിലൊരിക്കലാട്ടോ മീനൊക്കെ വാങ്ങി വെക്കുക. മൊത്തത്തിൽ ചിക്കനും മീനും ഗ്രോസറി ഐറ്റംസൊക്കെ. അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞപ്പോൾ വാങ്ങിയതാണ്. ഇത് പിന്നെ ഫാദി വാങ്ങിയതാ. അപ്പോൾ ഫാദീൻ്റെ ഇത് വീഡിയോയിൽ കാണിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒച്ച ഉണ്ടാക്കിയപ്പോൾ കാണിച്ചതാട്ടോ. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഷവായും കുപ്പൂസും വാങ്ങിച്ചിന്. മഴ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കാമെന്ന്. വീട്ടിൽ നിന്ന് ലൈറ്റായിട്ട് കഴിച്ചിറങ്ങിയതാ, എന്നാലും ഓരോ രസമല്ലേ. പിന്നെ അത് കഴിച്ച് ഞങ്ങൾ പിന്നെ ചായ കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നടന്ന് ചായ കുടിക്കാനും ഇറങ്ങി. അങ്ങനെ നല്ല ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു മഴ മൂടിച്ചും കാറ്റൊക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ കിച്ചൺ ഷീറ്റായതുകൊണ്ട്, കിച്ചൺ ബാത്റൂമൊക്കെ ഷീറ്റായതുകൊണ്ട് അവിടെ ഇങ്ങനെ ചോർന്നുണ്ട് കേട്ടോ. പിന്നെ ഈ റൂമൊക്കെ കുറച്ച് ടെറസ് പോലെ ആയതുകൊണ്ട് വല്ലാതെ ചോർന്നിട്ടില്ല, പക്ഷെ കിച്ചൺ മൊത്തത്തിൽ ചോർച്ചായിരുന്നു. പിന്നെ ഉച്ചത്തേക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇന്നലെ രാവിലത്തെ കടലക്കറി ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ മീൻ വാങ്ങാൻ പോയിരുന്നു, മത്തീനിട്ട് വാങ്ങിയത്. അതും ഉപ്പേരിയൊക്കെ കൂട്ടി നല്ല ചോറൊക്കെ തന്നിട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നല്ല മഴയാണ് പുറത്ത്, വെള്ളമൊക്കെ അങ്ങനെ കൂടി വരുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, പണിയൊന്നുമില്ല അവർക്ക്, കാരണം റോഡൊക്കെ ക്ലോസ് ഇല്ലേ മഴ പെയ്തിട്ട്. ഇപ്പോൾ ഈ റെഡ് കാറൊക്കെ ബാക്ക് അടിച്ച് തിരിച്ച് റോട്ടിന് പോവാട്ടോ. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് 2-3 പ്രാവശ്യമായി ഇപ്പോൾ കട്ടൻ ചായയും പഴംപൊരിൻ്റെ വീഡിയോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കി തിന്നാലോ എന്നൊരു ഇത് വന്നിട്ടോ. അപ്പോൾ ഹസ്ബൻഡാണ് ഞാൻ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ എന്താ പറയുക, യൂട്യൂബൊക്കെ നോക്കിയിട്ടോ പഴംപൊരി ഉണ്ടാക്കണത്. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കേൾക്കില്ല. പണിയൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ബോറടിക്കുന്നുണ്ട്, കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, മൊത്തം വെള്ളമൊക്കെ നിറഞ്ഞങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പം ഫസ്റ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഏലക്കായ ഇട്ടിട്ട് നല്ലൊരു കട്ടൻ ചായയും മഴയും നല്ല കോമ്പിനേഷനാട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കണതോ അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒക്കെ കാണുമ്പോഴൊക്കെ ഓരോരോ കഴിക്കണമെന്ന് തോന്നൽ വരിക. പിന്നെ ഇത് പിറ്റേന്നാട്ടോ. പിറ്റേന്നായപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്ത് മൊത്തത്തിലൊരു വേറൊരു സ്മെല്ലായി, ഒരു ഈർപ്പൊക്കെ നിന്നിട്ടുള്ള സ്മെല്ലായിട്ടോ. അപ്പോൾ ഇതിങ്ങനെ കത്തിച്ച് വെക്കുമ്പോൾ റൂമ് മൊത്തം ഇങ്ങനെ കത്തിച്ച് വെക്കും ഇടയ്ക്ക്, അപ്പം നല്ലൊരു സ്മെല്ല് വരും. ഇന്നൊക്കെ പിന്നെ മഴ പെയ്ത വെള്ളം പോണേയില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ മഴ കുറവുണ്ട്, മഴ പെയ്ത വെള്ളം അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ രാവിലെ മഴ ആയത് മൊത്തത്തിൽ കിച്ചണൊക്കെ ചോർന്നൊലിച്ചതിനെ കൊണ്ടൊക്കെ എത്ര നന്നാക്കിയിട്ടും പുറത്തൊക്കെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ തണുപ്പ്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ വലിയ മടിയായിരുന്നു കേട്ടോ. അപ്പോൾ റെഡിമെയ്ഡ് പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ, അത് കഴിച്ചേ. പിന്നെ അതായത് ഞങ്ങൾ വെള്ളത്തിൽ കൂടി നടന്ന് പോയിട്ട് കുറച്ചധികം ദൂരം നടന്നു പോയിട്ട് ചാടിക്കാൻ പോയതാട്ടോ, റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട്. അങ്ങനെ
നടന്ന് മഴയത്താണ് നടന്നു പോണത്. മഴയത്ത് നടന്നു പോണതിനെ കൊണ്ട് തന്നെ നല്ല പണിയും കിട്ടി. ഹസ്ബൻഡിന് പിന്നെ പനി പിടിച്ച്, പിന്നെ നല്ല പനിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫാദിക്ക് പനി വന്ന്. അപ്പോൾ ഇപ്പം ഫാദിക്ക് പനിയാണ്. ഇന്ന് മഴയൊക്കെ മൊത്തം പോയി, പക്ഷെ മഴ പെയ്തിട്ടുള്ള വെള്ളം റോട്ടിൽ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. സദൈവ മഴ പെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞാൽ എന്തായാലും നല്ല നല്ല വെള്ളം വെക്കും. ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ടും വെള്ളം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വെള്ളം എടുക്കണ വണ്ടികൾ വന്നിട്ടാണ് പോയത്. അപ്പം ആ വണ്ടിയിൽ വന്നിങ്ങനെ വെള്ളം എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ മെല്ലെ മെല്ലെ വെള്ളമൊക്കെ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഈ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബായ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട.